ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇടിയപ്പം തയ്യാറാക്കാം. നമ്മൾ എത്ര വറുത്ത അരിപ്പൊടി എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി വെള്ളം നമുക്ക് ചൂടാക്കാം, നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. അതിന് വേണ്ടുന്ന ഉപ്പും ചേർത്ത് നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം മാറ്റി വയ്ക്കാം. ചില അരിപ്പൊടിയുടെ വറക്കുന്നതനുസരിച്ച് വെള്ളം കൂടിയും കുറഞ്ഞു വരും. നമുക്കൊരു ഇരട്ടി വെള്ളം വെച്ചിട്ട് ഉപ്പും ചേർത്ത് ചൂടാക്കാം, തിളപ്പിച്ചെടുക്കാം. അതിൽ കുറച്ച് വെള്ളം മാറ്റി വയ്ക്കാം. നമുക്ക് ആവശ്യമുള്ള പൊടി എത്രയെന്ന് വെച്ചാൽ അത് ചേർത്തിട്ട് കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പം അളവ് തെറ്റത്തില്ല. ഒരുപാട് ലൂസാവണ്ട. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമാണ്. എല്ലാം അടി കൂട്ടി ഇളക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് വരും. ഒരു ശകലം പൊടി ഇട്ട് കൊടുക്കാം. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചൂടോടെ തന്നെ ഇട്ട് കൊടുത്ത് നല്ലപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇതിനിപ്പോൾ ആറിയതിന് ശേഷം കൈവച്ച് കുഴച്ചാൽ മതിയാകും. ഇപ്പോൾ അത് ആറിയിട്ടുണ്ട്. നമുക്ക് തവി കൊണ്ട് തന്നെ എല്ലായിടവും നല്ലപോലെ ഇളക്കിയതിന് ശേഷം ചൂട് കുറയുമ്പം നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. നല്ലപോലെ നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുത്ത് നമുക്ക് അടച്ച് വെക്കണം. ഇത് തുറന്ന് വയ്ക്കാൻ പാടില്ല, അത് കട്ടിയായി പോകും. മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പാത്രത്തിൽ നമുക്ക് എണ്ണ തടവിയിട്ട് അതിൽ നമുക്കിത് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാം. കുറച്ച് നല്ലെണ്ണ ഒന്ന് തടവി കുറച്ച് തേങ്ങയും ഇടിയപ്പാത്രത്തിൽ ആദ്യം തന്നെ ഇട്ട് വയ്ക്കണം. തേങ്ങ എടുത്ത കൈ കൊണ്ട് നമ്മൾ മാവെടുക്കാൻ പാടില്ല. ഇടിയപ്പത്തിൻ്റെ ചില്ലിൽ തേങ്ങയുടെ തരി കയറി കഴിഞ്ഞാൽ മാവ് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇടിയപ്പത്തിൻ്റെ പാത്രത്തിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ പുരട്ടാം. നമുക്കെന്നിട്ടത് നല്ലപോലെ മാവ് കുറച്ച് ഉരുട്ടി നമുക്കതിൽ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കാം. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും പുതിയതായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ചിലർക്ക് ഇടിയപ്പം വലിയ ബുദ്ധിമുട്ടായിട്ട് പറയും. നമ്മൾ ചെയ്ത് ശീലിച്ചാൽ നമുക്ക് എളുപ്പം തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് ഇടിയപ്പം. ഇടിയപ്പവും ചിക്കൻ കറിയും നല്ല സൂപ്പറായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അങ്ങനെ ചെയ്ത് നോക്കണം. നമുക്ക് ഈ സിമ്പിളായിട്ട് നല്ല മാവ് കറക്റ്റായിട്ട് പാകമായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ലൂസായിട്ടത് വരും. മാവ് കുറച്ച് ലൂസാവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. അപ്പം നമ്മളിങ്ങനെ പിഴിഞ്ഞ് നോക്കണം. ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. പറയുന്ന പോലെ വെള്ളം കറക്റ്റ് അളവാണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് മാവ് നേരിട്ട് കുഴയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് എളുപ്പമായിട്ടുള്ളത്. പക്ഷേ നമ്മൾ കുറച്ച് വെള്ളം മാറ്റി വെച്ചതിന് ശേഷം മാവ് ചേർക്കുക. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്താൽ മതിയാവും. അപ്പോഴൊരിക്കലും മാവ് പാകം തെറ്റില്ല, നല്ലപോലെ കുഴഞ്ഞ് കിട്ടും. അപ്പം നമുക്കിത് മാവ് ഒന്ന് സ്മൂത്തായിട്ടാണ് പെട്ടെന്ന് വരുന്നത്. ഇത് നമ്മൾ വീട്ടിൽ അരി കഴുകി മില്ലിൽ കൊടുത്തുവെച്ച് പൊടിച്ചിട്ട് അവർ വറുത്ത് തരുന്നതാണ്, അല്ല പാക്കറ്റ് പൊടിയല്ല. ഇതായിരിക്കും ഇങ്ങനെ ചെയ്ത് വെക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഒരു 5 കിലോ 10 കിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് 6-8 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. ഈ മാവ് നമുക്ക് വീട്ടിൽ നമ്മൾ വൃത്തിയായിട്ട് കഴുകി എല്ലാം കൊടുത്തയക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടൊരു തൃപ്തി ഉണ്ടാവും. പിന്നെ അവർ വറുത്ത് തരുന്നതുകൊണ്ട് വരുന്ന ഉടനെ നമ്മൾ ഈ മാവ് കുറച്ച് നേരം തുറന്ന് വെച്ച് ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് അതടച്ച് സൂക്ഷിച്ച് വെച്ചാൽ മതിയാവും. ഒരു 6 മാസം വരെയൊക്കെ ഒരു കേടും കൂടാതെ ആ മാവിരിക്കും. ഈ മാവ് നമുക്ക് അരിപ്പത്തിരി ഉണ്ടാക്കാനും ഓട്ടട ഉണ്ടാക്കാനും നമ്മൾ കുഴക്കട്ട ശർക്കരയും തേങ്ങ വെച്ചുള്ള കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കാനും ഈ അരിപ്പൊടി നല്ലതാണ്. പിന്നെ പുട്ടുണ്ടാക്കാനും നല്ലതാണ്. നമ്മളങ്ങനെ ഈസി ആയിട്ട് ഇടിയപ്പം എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 10-12 മിനിറ്റ് വെന്താൽ മതിയാവും. അടച്ച് വേവിക്കാം. നമുക്ക് 12 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ലപോലെ വെന്തിട്ടുണ്ടാവും. നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് തേങ്ങ ഇടുന്നതുകൊണ്ട് പഞ്ചസാര ചേർത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചിക്കൻ കറി വെച്ച് കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. വെജിറ്റബിൾ ചേർത്ത് ചിക്കൻ സ്റ്റൂ കൂട്ടി കഴിക്കാനും ഇത് വളരെ നല്ലതാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം.
നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ദയവായി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.